നമസ്കാരം. 2024 ഡിസംബർ 16 മുതൽ, അതായത് തിങ്കളാഴ്ച തുടങ്ങി 2025 ജനുവരി 13 തിങ്കളാഴ്ച വരെയാണ് കൊല്ലവർഷം 1200 ധനുമാസ ദിവസങ്ങൾ. ഈ വർഷം ധനുമാസത്തിൽ ആകെ 29 തീയതികളാണ് ഉള്ളത്. ഈ ധനുമാസവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ചില ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ മാസം ഒരു ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നും തേടിയെത്തുന്നതായ ആ സൗഭാഗ്യങ്ങളെ കുറിച്ചും വിശദമായി തന്നെ പരാമർശിക്കാം. പറയുന്നത് പൊതുഫല പ്രകാരമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. വിശേഷാൽ മാസാദ്യ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. ധനുമാസത്തിൽ വൃശ്ചികമാസത്തിൽ അനുഭവിച്ച പലതരം ക്ലേശങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകുന്നതായ സമയമാകുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട അനുമതി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം ജോലിഭാരം കുറയുന്നതായ സമയമാണ്. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം പ്രതീക്ഷിക്കാം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതായ സമയമാകുന്നു. കുടുംബജീവിതത്തിൽ സ്വസ്ഥത വന്നു ചേരാവുന്ന സമയമാകുന്നു. കൂടാതെ ശുക്രൻ 11 വരികയാൽ പ്രണയം അനുകൂലമായി തീരാം. ഗൃഹത്തിലെ മുതിർന്നവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ആശ്വാസം ലഭിക്കുന്നതായ സമയമാകുന്നു. ലഭിക്കാനുള്ള പണം ലഭിക്കാനുള്ള അല്പമെങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം പ്രധാനമായും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ ജാഗ്രത കുറയ്ക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം സംഭവിക്കാവുന്നതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ മറക്കാതിരിക്കുക. രണ്ടാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. വിജയം അസാധ്യമല്ല എന്ന് മനസ്സിലാക്കുന്നതായ സമയമാണ്. ആത്മവിശ്വാസം ക്രമാതീതമായി വർദ്ധിക്കാം. ജന്മനക്ഷത്രാധിപനായ ശുക്രൻ ഉച്ചരാശിയിലേക്ക് നീങ്ങുകയാൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാണ്. പ്രണയം, ദാമ്പത്യം തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ വന്നു ചേരും എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം ആരോഗ്യ കാര്യങ്ങളിൽ അലംഭാവം വരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വീടുമായി ബന്ധപ്പെട്ട അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരും. സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. യാത്രകൾ അല്പം കൂടും എങ്കിൽ പോലും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. കൂടാതെ അസാമാന്യമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവസരങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാകുന്നു. ശുഭവാർത്തകൾ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്നതായ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. അല്ലെങ്കിൽ താൽക്കാലികമായ ജോലിയാകാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അല്പം ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാർത്തിക നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതിനോടൊപ്പം മനസ്സിന്റെ ബലം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പല തീരുമാനങ്ങൾ വേഗത്തിൽ കൈക്കൊള്ളുവാൻ സാധിക്കും. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. എന്നിരുന്നാൽ പോലും ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ പിണക്കങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാം. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം സ്ഥിതി മെച്ചപ്പെടുന്നതായ സമയമാകുന്നു. പാഴ്ചെലവുകളുമായി ബന്ധപ്പെട്ട് അല്പം കൂടി നിയന്ത്രണം അനിവാര്യമാണ്. ശ്രമിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കും എന്ന കാര്യം ഓർക്കുക. പഴയ വാഹനം വിൽക്കുകയോ അല്ലെങ്കിൽ പുതിയത് വാങ്ങുവാനുള്ള ശ്രമങ്ങൾ വിജയം കാണാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പല ആഘോഷങ്ങളിലും ശുഭകാര്യങ്ങളിലും പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കാരണം സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ അനുകൂലമാകാം. സഹായധനം ലഭിക്കാം. കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കുന്നതായ കൈവായ്പകൾ കയ്യിലേക്ക് വരിക, അല്ലെങ്കിൽ നൽകിയിരിക്കുന്നതായ വായ്പകൾ തിരികെ കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. തൊഴിൽ താൽക്കാലികമാണ് എങ്കിലും ലഭിക്കാം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്.
തീർച്ചയായും ഈ സമയം വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. വന്നു ചേരുന്ന അവസരങ്ങൾ കൃത്യമായി വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. പൂയം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു സമയമാകുന്നു. ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പദവിയിൽ ഉയർച്ച വന്നു ചേരാവുന്നതായ സമയമാകുന്നു. കൂടാതെ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ജോലി മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ് പരമായി ചില തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സർക്കാരുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതായ ലൈസൻസുകൾ മറ്റ് രേഖകൾ വേഗം തന്നെ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ഒത്തുചേരുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. വിവാഹ കാര്യത്തിൽ ശുഭകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം. പല വാഗ്ദാനങ്ങളും പാലിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങൾ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും ശുഷ്കാന്തി ഉണ്ടാവുകയും അത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കുകയും നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തുടക്കത്തിൽ ചെറിയ തടസ്സങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും ജോലി നേടുവാനും സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. കഠിനമായ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം കാണുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം നൽകിയിരിക്കുന്നതായ പണം പോലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. ആയില്യം നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന ഒരു സമയമാകുന്നു. കർമ്മരംഗത്ത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ഔദ്യോഗികമായ കാര്യങ്ങൾ ചുമതലകൾ കൃത്യമായി നിർവഹിക്കുവാൻ സാധിക്കും. സംരംഭകർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പിണങ്ങിയതായ വ്യക്തികളുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒത്തുചേരുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വായ്പയ്ക്കായുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിക്കാം. പല കാര്യങ്ങളിലും അവസരങ്ങൾ കൈവരുന്നതാകുന്നു. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. തീർത്ഥയാത്രകൾക്കുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പ്രണയികൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. അത് മനസ്സമാധാനം നഷ്ടപ്പെടുന്നതായി മാറാം. അതിനാൽ അത്തരം പ്രശ്നങ്ങൾ തുടക്കത്തിലെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഉത്തമം. മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുവാൻ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കലാമത്സരങ്ങളിൽ വിജയം നേടുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം കൂടി ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. കൂടാതെ ഈ സമയം ചെയ്യുന്നതായ പ്രവൃത്തികളിൽ നേട്ടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയങ്ങളിൽ വന്നു ചേരുന്ന അവസരങ്ങൾ കൃത്യമായി തന്നെ വിനിയോഗിക്കുക. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ഭാഗ്യം പല കാര്യങ്ങളിലും തുണയ്ക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. പൊതുവിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ചിത്തിര നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യങ്ങൾ സുഗമമായി തന്നെ നിർവഹിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ജോലി ചെയ്യുന്നതായ വ്യക്തികൾക്ക് ശമ്പള വർധനവ് അല്ലെങ്കിൽ ജോലി മാറുക, തന്മൂലം നേട്ടങ്ങൾ വന്നു ചേരുക, അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതാണ്. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഉയർന്ന പദവി ലഭിക്കുക അല്ലെങ്കിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സ്വാധീനം ഉയരുന്നതാകുന്നു. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. പ്രണയികൾക്ക് ചില തടസ്സങ്ങൾ വന്നു ചേരുകയോ അല്ലെങ്കിൽ ചില തർക്കങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം. കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാകാം. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ഉയർച്ച വന്നു ചേരുന്നതായ സമയമാകുന്നു. മനസ്സിനെ അലട്ടുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. കാര്യവിജയങ്ങൾ വന്നു ചേരാം. ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു. കൂടാതെ ഈ സമയം പ്രധാനമായും അഭിമുഖീകരിക്കുന്നതായ ഏതൊരു കാര്യത്തിലും ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയമാകുന്നു. കുടുംബത്തിന് ഐശ്വര്യം നൽകുന്നതായ ഒരു സമയമായി തന്നെ മാറും. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. ചോതി നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. സമ്മർദ്ദങ്ങളെ പക്വതയോടെ നേരിടുവാൻ സാധിക്കും. ഏതൊരു കാര്യത്തിലും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. ഭൂമി വാങ്ങുവാനുള്ള ശ്രമങ്ങൾ വിജയം കാണും. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട ചുമതലകൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കും. ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. വാഹനം വാങ്ങുവാനുള്ള ശ്രമം വിജയിക്കുന്നതാകുന്നു.
സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജോലി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. രോഗശമനം ഒരു പരിധിവരെ വന്നു ചേരാവുന്ന സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പലവിധ സമ്മർദ്ദങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പുതിയ അറിവുകൾ നേടുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ ലഭിക്കേണ്ടതായ അനുമതി പല കാര്യങ്ങളിലും ലഭിക്കാം. വായ്പ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. കൂടാതെ വസ്തുതർക്കങ്ങൾ രമ്യതയിൽ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ സാഹസികപരമായ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോവുക. സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനും ധനപരമായ നേട്ടങ്ങൾ അല്പം കൂടുതലായി തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതുമാണ്. ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയിൽ നിന്നും ആദിത്യൻ മാറുന്നത് ആശ്വാസകരമാണ്. ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം വലിയ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നതാണ്. വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുക. കൂടാതെ ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആരോഗ്യ കാര്യങ്ങളിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ, ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളിലും വളർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. കൂടാതെ മറ്റുള്ളവരുടെ ആദരം നേടുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ അഭിവൃദ്ധി വന്നു ചേരുന്നതായ സമയമാകുന്നു. യാത്രകളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വ്യാപാരവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരും. ധനപരമായ ഉയർച്ച, കുടുംബ സൗഖ്യം തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി പോലും വന്നു ചേരുന്നതായ സമയമാകുന്നു. കാര്യവിജയം, ഉദ്ദിഷ്ടകാര്യസിദ്ധി പ്രതീക്ഷിക്കാം. ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക.